ഹലോ ഗീസ് വാട്സപ്പിലോടർക്കും നെസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം നമ്മൾ CS റാങ്ക് നോക്കിയേ, എൻ്റെ റാങ്ക് നോക്കിയേ, ഡയമണ്ട് 4. ഒരു കളിയും കൂടി ജയിച്ചാൽ നമ്മൾ ഹീറോയ്ക്ക് എത്തി. അപ്പോൾ ഒരു കളി കളിച്ചേക്കാം. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ ഡാർക്കല്ല എടുക്കാൻ നിന്നേ. എടാ ഡാർക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. ഡാർക്ക് മോഡ് എന്തോ പോലെയാ. അപ്പുറത്ത് ഹീറോയ്ക്കുള്ള ഏസും കൂടെ. ഞാൻ പോരേ ഇത് ഹീറോയ്ക്കാവാൻ പോകുന്നേ. ഹീറോയ്ക്കിനുള്ള മാച്ചാണിത്. ഹീറോയ്ക്കിന് വേണ്ടിയുള്ള പോരാട്ടം. അയ്യോ 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 ഒരു ഹെഡ് റേറ്റ് അതെല്ലാം ഡാർക്ക് മോഡല്ല എടുത്ത്, അതുകൊണ്ട് എക്സ്ട്രാ HP കിട്ടും. ഇതാ കണ്ട എൻ്റെ പൊന്നെ. ഇന്ന് നിൻ്റെ ഇത് കട്ടാന ഞാൻ എടുത്തുകൊണ്ട് പോവാണേ. ഒന്നും വിചാരിക്കില്ലേ, ഞാൻ കട്ടാന എടുത്തുകൊണ്ട് പോവാണേ. M500 ഡാർക്ക് വേണം എനിക്കിവിടെ. എൻ്റെ USB ഉണ്ട്. ഡബിൾ USB അല്ല, സിംഗിൾ USB ആണ്. എനിക്കതെല്ലാം മതി. ഞാൻ സിംഗിൾ USB വെച്ചിട്ടെല്ലാം എയ്സ് എടുത്തിട്ടുള്ള ആളാണ്, പിന്നെയാണ്. എനിക്കൊരു കില്ല് പോലും കിട്ടിയില്ല എന്നാ. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഇതിനകത്ത് നിന്ന് എനിക്ക് എന്തായാലും കില്ല് കിട്ടുന്നു തോന്നുന്നു. കാരണം ഞാൻ ബൈസണാണ് എടുത്തിരിക്കുന്നത്. ബൈസണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആർമർ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നല്ല ഈസി ആയി കാര്യം. ഇതും കൂടി ബൂയി അടിച്ചാൽ എനിക്കിപ്പോൾ 6 ബൂയ സ്ട്രൈക്ക് ഉണ്ട്. ഇതും കൂടി ബൂയി അടിച്ചാൽ 7 ബൂയ സ്ട്രൈക്കായി. 7 എണ്ണം ബൂയ സ്ട്രൈക്ക് 7. ഏതായിരിക്കും, ഏതാ ലെവല്? ഇതാ എൻ്റെ കില്ല് കുമ്മിനടിച്ച്. ഇവന്മാര് ഫുൾ എൻ്റെ കില്ല് കുമ്മിനടിക്കും. എടാ മോനെ റിവൈവ് ചെയ്യടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഗുഡ് ബോയ്. ഒരു കില്ലെങ്കിലും കിട്ടിയല്ലോ. ഒരു കില്ല് കിട്ടി. പക്ഷെ മറ്റേതെല്ലാം കുങ്ങിപ്പോണ്ട് പോയി. ബുള്ളറ്റെല്ലാം മാക്സിമം ഞാൻ എടുത്ത് വെക്കുക. എനിക്ക് ബുള്ളറ്റ് എല്ലാം വേണം. എത്ര ബുള്ളറ്റായാലും ഞാൻ അടങ്ങത്തില്ല. ഞാനിപ്പോൾ ആരായി? 5 HP-യിലായിരുന്നു ഞാൻ നിന്നത്. എന്നിട്ട് ആ കില്ലും എനിക്ക് കിട്ടിയില്ല. DC പോയാ? ഇതല്ലേ ഏത് ഗിൽഡ്? DC എന്ന് പറഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് ആണോ? DC IPL DC. നിങ്ങൾ IPL ഏത് ടീമാണ്? ഞാൻ നമ്മുടെ RCB. ഇത് കഴിഞ്ഞ ദിവസം ധോണീൻ്റെ CSK-നെ പൊട്ടിച്ച ടീം. യെസ്, ആ ടീം തന്നെയാണ് ഞാൻ. അല്ലെങ്കിൽ ഒരു വിരാട് ഫാനാണ്. 10ാം സ്ഥാനത്തുള്ള ആ ടീം ക്വാളിഫൈ ആയി എന്ന് പറഞ്ഞാൽ അത് ഏത് ടീമാണ്? ആ ടീമിൻ്റെ ലെവൽ ഏതായിരിക്കും? 10ാം സ്ഥാനത്ത് 7 കളിയിൽ നിന്ന് ഒരു വിജയം ഒരു ടീം ക്വാളിഫൈ ആയി. ബാക്കിയുള്ള ഫുള്ള് 7 കളിയും ജയിച്ച്. അത് RCBക്ക് മാത്രമേ പറ്റുള്ളൂ. ആ റേഞ്ചെല്ലാം RCBക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദ ബെസ്റ്റ് കംബാക്ക് ഇൻ ദ. പിന്നെ ഫീൽഡിങ്ങിൽ ഇത് ഞങ്ങളുടെ ഫാഫ് ഡുപ്ലീഷ്യസ് തന്നെയാണ്. ഫാഫ് ഡുപ്ലീഷ്യസ്. അപ്പോൾ ഞാൻ ക്രിക്കറ്റിൻ്റെ കാര്യം പറയുകയാണോ അതോ ഞാനിപ്പോൾ കമൻട്രി പറയുന്ന പോലെ ആയിട്ടുണ്ടോ? വേണ്ട, ഞാൻ ഗെയിം പ്ലേ പറയാം. മൂമെൻ്റ് കിട്ടുക. മൊബൈൽ അടിച്ചു പോകാതിരുന്നാൽ മതി. കുറേ മൂമെൻ്റ് ഇട്ടിട്ട്. അയ്യോ മൂന്നേ ഉണ്ടാ. പക്ഷെ ഞാൻ ന്യൂബ് കളിയാണ് കളിച്ചതെന്ന് മാത്രം. അപ്പുറത്തെ ടീമിൽ ആകെ ഒരുത്തന് മാത്രം ഒരു കില്ലെങ്കിലും എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലെണ്ണവും 0 കില്ല്. ഒരു കില്ല് അപ്പുറത്തെ ടീമിന് 1 കില്ല്. ഇവിടെ കുറേ കില്ലുണ്ട്. ഇവിടെ എത്ര കില്ലുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല.
എന്നാൽ പിന്നെ P90 എടുക്കാം. P90 629 ബുള്ളറ്റാ എൻ്റെ പൊന്നെ. അയ്യോ റിപ്പയർ ചെയ്യാനില്ലേ? ഉണ്ട്. ഇവന്മാരെല്ലാം തീർത്താൽ മതി. ഹീറോയ്ക്ക് അടിച്ചു. നമ്മൾ ഹീറോയ്ക്ക് അടിച്ചു. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഹീറോയ്ക്ക് അടിക്കാൻ പോകുന്നത്. അയ്യോ ഹീറോയ്ക്ക് അടിക്കാൻ പറ്റുമോ? ഇവിടെ നോക്കായി ഡിമിട്രി ഇട്ടിട്ടുണ്ട്. എടാ വൂങ്കോങ്ങേ വന്നിട്ട് ഡിമിട്രിയിൽ കയറുന്നാ. നിനക്ക് ഞാൻ മെടുക്കിട്ട് തരാം വേണമെങ്കിൽ. നീ എനിക്ക് ആ ഗ്ലൂ വാളൊന്ന് കവർ ചെയ്യാൻ തന്നാൽ മതി. അത് ശരി. ബാക്കിൽ നിന്ന് അടിച്ചിടുന്ന. എടാ വൂങ്കോങ്ങേ മോനെ നീ അടിച്ചിടടാ. ഓ വൂങ്കോങ് പൊക്കി തന്നു. പാവമാണല്ലോ. അയ്യോ ആറത് ബാക്കിൽ നിന്നല്ലോ അടിക്കുന്നത് തന്നെ. എടാ മിടുക്കിട്ട് അടിക്കാൻ ശ്രമിക്കില്ലേടാ. ഞാനിപ്പോൾ മെഡിക്കിറ്റ് അടിക്കാൻ പോലും എന്നെ സമ്മതിക്കുന്നില്ല. അത്രയ്ക്ക് പേടിയാണ് എന്നെ. ബൈസൺ എടുക്കുന്ന പ്ലേയേഴ്സിന് ഭയങ്കര പേടിയാണ്. വേറെ പ്ലേയേഴ്സിനല്ലോ. ബൈസണ് ഭയങ്കര പവറല്ലേ. അതുകൊണ്ടാ ബൈസണ് ഭയങ്കര പവറാണ്. ബൈസണ് നല്ല പവർ കൂട്ടിയിട്ടാണ് അവിടെ. ബൈസൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബൂയി അടിച്ച്. ലോലിമോട്ട് ഇട്ടു എടുത്ത്. വൂങ്കോങ്ങേ പൊളിയടാ വൂങ്കോങ്ങേ. യെസ് ഹീറോയിക്. ആദ്യമായിട്ടാണ് ഞാൻ ഈ അക്കൗണ്ടിൽ ഹീറോയ്ക്ക് അടിക്കുന്നത് തന്നെ. 7ാമത്തെ ബൂയ. ഹീറോയ്ക്ക് അടിച്ച് ഞാൻ ഫൈനലി. എങ്ങനെയല്ലോ ഹീറോയ്ക്ക് അടിച്ച്. ഓപ്പൺ. ഇതെല്ലാം എന്താ സംഭവം നോക്കട്ടെ. എന്നാൽ പിന്നെ എക്യുപ്പ് ചെയ്തേക്കാം. പോയിട്ട് എക്യുപ്പ് ചെയ്തേക്കാം. ഇതെന്താ ഇതല്ലേ? പിന്നെ ഇത് മാറ്റിയിട്ട് ഇതാക്കണോ? ഇതാക്കണ്ട. ഇത് തന്നെയാണ് നല്ലത്. എനിക്കിതാ ഇഷ്ടം. അല്ലെങ്കിൽ മാച്ചിമിൻ്റെ ആക്കിയല്ലോ. വേണ്ട. എൻ്റെ മൂന്തി ഇതല്ല. എൻ്റെ ഈ ഗെയിമിലത്തെ മൂന്തി ഇതല്ല. ഇതെന്താ സാധനം? ഇത് മറ്റേ സാധനമല്ലേ BR-ലിടുന്നത്? അതെല്ലാം എനിക്ക് കിട്ടിയാ? അതല്ല എൻ്റെ അടുത്തുണ്ടായിരുന്നോ? പിന്നെ ഈ ഇമോട്ട് ഇത് എക്യുപ്പ് ചെയ്യാതെ മോനെ നടക്കൂല. വേറെന്തോ ഫീമെയിലിൻ്റെ ഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ഈ ടീഷർട്ട് ഇടണോ? ഈ ടീഷർട്ട് ഇടണോ? ഏതായാലും എൻ്റെ മെയിൻ ടീഷർട്ട് തന്നെ ഇട്ടേക്കാം. പൊളിച്ച് ഹീറോയ്ക്ക് അടിച്ച്. ഇത് ഡൗൺലോഡ് ആയിട്ടില്ലേ? ഡൗൺലോഡ് ആക്കട്ടെ. ഇതിപ്പോൾ ഇമോട്ട് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. 7 ബൂയ സ്ട്രൈക്കും. ഫ്രണ്ട്സിന് വിളിക്കണോ? വേണ്ട. അമ്മാരല്ലോ ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ടാവും. ഇവനെ വിളിച്ചാൽ കുഴപ്പമില്ല. കേരള ബോയിനെ വിളിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ മറ്റേ താഴെ കാണുന്നവനില്ലേ അവനെ വിളിച്ചാൽ കുഴപ്പമാണ്. കാരണം അവൻ്റെ റാങ്കും എൻ്റെ റാങ്കും നോക്ക്. അവൻ മാസ്റ്റർ, ഞാൻ ഹീറോയ്ക്ക് വരും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും വരെ വാച്ച് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇത് ഈ വീഡിയോയ്ക്കൊരു ഈ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 5 ലൈക്കാണ്. അത്രേ വേണ്ടൂ. എനിക്ക് അത്രേ വേണ്ടൂ. അല്ലെങ്കിൽ 1 ലൈക്കെങ്കിലും എടുക്കി. എന്നാൽ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് തരും. 1 ലൈക്ക് എടുക്കണേ കേട്ടാ. അല്ലെങ്കിൽ ഞാൻ സർപ്രൈസ് തരൂല.